ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സോപ്പ് നമ്മൾ രാമച്ചത്തിൻ്റെ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇന്ന് ലാവൻഡറിൻ്റെ സ്മെല്ലും പർപ്പിൾ കളറും കൊടുത്തിട്ട് രാമച്ചത്തിൻ്റെ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇന്നത്തെ സോപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. രാമച്ചത്തിൻ്റെ ഓയിലാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ അതിലേക്ക് നമ്മൾ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്, റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട്, അതുപോലെ വൈറ്റമിൻ ഇ, ഇത് ലാവൻഡറിൻ്റെ സ്മെല്ല് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ എന്ന് പറയുന്ന പോലെ തന്നെ ബേസ് ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാം കേട്ടോ. നല്ലൊരു സോപ്പ് നമുക്ക് ഇന്നും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട്. ഓക്കെ, അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എനിക്കറിയുന്ന പോലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ കുഴപ്പമില്ല ഉണ്ടാ. അപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് അടിപൊളിയായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ രാമച്ചത്തിൻ്റെ ഓയിലാണ്. അത് ഞാൻ ഏകദേശം ഒരു 5 മില്ലിയോളം രാമച്ചത്തിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇനി എന്താ പറയുക, അലോവേരയുടെ കുറച്ച് എക്സ്ട്രാക്റ്റ് ഒരു 5 മില്ലിയോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 600 ഗ്രാം ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒരു 3 ഡ്രോപ്സോളം അതും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്മേരിയുടെ എസൻഷ്യലാണ്, അതൊരു 2 ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി സ്റ്റവിൽ നിന്ന് എടുക്കണം. ഇപ്പം എന്നും പറയുന്ന പോലെ പെർഫ്യൂം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. കളറും പെർഫ്യൂമും നമുക്ക് അതിന് ശേഷം ആഡ് ചെയ്യാം. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളറും പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് കേട്ടോ. നമ്മുടെ മോളുടെ എപ്പോഴും റെഡിയാക്കി വെക്കുക നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ. ഇപ്പോൾ നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. കളർ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കേട്ടോ. പർപ്പിൾ കളറാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കളറും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുണ്ട്. പെർഫ്യൂം നമ്മൾ 1 കിലോയിലേക്ക് 20 മില്ലിയോളാണ് ഏകദേശം നമുക്ക് ചേർക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിതൊരു 600 ഉണ്ട്, അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, നമ്മുടെ കളറൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാവൻഡറിൻ്റെ സ്മെല്ലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാമച്ച അലവേരയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഈ കളർ കൊടുത്തണേന്ന്. നമ്മൾ അങ്ങനെ ഒന്നുമില്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടി പർപ്പിൾ കൊടുത്തുന്നുള്ള ലാവൻഡറിൻ്റെ സ്മെല്ലാണല്ലോ ചേർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മില്ലിയോളം ലാവൻഡറിൻ്റെ ഇതാണ് ചേർക്കുന്നത് കേട്ടോ, പെർഫ്യൂം. ഓക്കെ, അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ മോഡലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പരിപാടികളെല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്താൽ എന്ന് പറയുന്ന പോലെ തന്നെ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഇതുണ്ടാക്കും. വീട്ടിൽ സോപ്പ് ഉണ്ടാക്കി നമ്മൾ തന്നെ ഉപയോഗിക്കും. നമുക്കിഷ്ടമുള്ള മോഡലിൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ചേർത്ത് കളറായാലും പെർഫ്യൂം ആയാലും എന്തായാലും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ പതുക്കെ ഒഴിച്ചു കൊടുക്കാം എല്ലാവരും. അധികം വരാത്ത രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുപോലെ നമ്മൾ എല്ലാം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ 600 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക, കോൺടാക്ട് ചെയ്തോ. നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരാം. നമുക്ക് 600 ഗ്രാം 6 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ രാമച്ചം അലോവേര സോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കളറ് നോക്കണ്ട, നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ ചേർത്തുണ്ടാക്കുക. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാവും. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ
അലോവേര, അതുപോലെ സ്പെഷ്യൽ നമ്മുടെ രാമച്ചം ഓയിൽ ചേർത്തുണ്ടാക്കിയ നമ്മുടെ അടിപൊളി ലാവൻഡറിൻ്റെ സ്മെല്ല് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. കാണാൻ ചില്ല് പോലെ ഇരിക്കുന്നു. ആണല്ലേ, അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. നല്ല സ്മെല്ലും ലാവൻഡറിൻ്റെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 6 സോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത സോപ്പാണ്. നല്ല കളർ ഇട്ടാ, കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. 100 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടപ്പോൾ ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാവൻഡറിൻ്റെ സ്മെല്ല് കൊടുത്ത് നമ്മൾ രാമച്ചത്തിൻ്റെ ഓയിലും അലോവേരയുടെ എക്സ്ട്രാക്റ്റും ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഒരു അടിപൊളി സോപ്പ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും. നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.